രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിലെത്തിയപ്പോൾ പ്രത്യേക ബ്ലോക്കായിട്ട്, അതായത് അൻവർ ഇരുന്ന സീറ്റിലേക്കാണ് ഇരുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കൾക്കൊപ്പവുമല്ല. പക്ഷേ ഇന്നിപ്പോൾ ആയപ്പോൾ നിയമസഭയിലേക്ക് എത്തിയിട്ടുമില്ല. ശരിക്കും ഇതൊരു നാണം കെട്ട പിന്മാറ്റമായി പോയില്ലേ? വെറുതെ ഭരണപക്ഷത്തിന് പ്രതിരോധിക്കാൻ ഒരു ആയുധം കൊടുത്ത പോലെ ആയില്ലേ? തീർച്ചയായിട്ടും രാഹുൽ ഇപ്പോൾ ഇന്നലെ ചെയ്തത് ഒരു തന്ത്രപരമായ കളി എന്നേ ഉള്ളൂ. എല്ലാം പഠിച്ചിട്ടാണ്, സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടാണ്. ഒരുപാട് അക്കൗണ്ട് മൂപ്പർക്ക് സെറ്റിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ചെയ്തൊരു പണി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിയമസഭ തുടങ്ങിക്കഴിഞ്ഞു, ഒന്ന് ആരോടും പറഞ്ഞില്ല, വരുമെന്നോ വരൂല എന്നോ ആർക്കും പിടികൊടുക്കാതെ. വരികയാണെങ്കിൽ അത് വി ഡി സതീശൻ്റെയും കോൺഗ്രസിൻ്റെയും നിയമസഭാ കക്ഷിയുടെയും ഒക്കെ തീരുമാനത്തിന് എതിരാണ്. വരരുത് എന്ന് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ വലിയ നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും ഇപ്പുറത്ത് LDF ഒരുക്കങ്ങൾ കൂട്ടും എന്നും അറിയാം. അതുകൊണ്ട് വളരെ സമർത്ഥമായിട്ട് ആരോടും മിണ്ടാതെ നിയമസഭയൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നിയമസഭ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊസീഡിങ്സിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടിലേക്ക് പതുക്കെ മിണ്ടാതെ വന്ന് ബാക്കിലെ സീറ്റിലിരുന്നു. അപ്പോൾ കുറച്ച് പേര് തീർച്ചയായിട്ടും സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസും UDF വലിയ ഞെട്ടലുണ്ടാക്കിയെങ്കിൽ ലീഗിലെ ഒന്ന് രണ്ട് പേരൊക്കെ ചെന്ന് ലോഹ്യം പറഞ്ഞു. ഏറ്റവും പുറകിലെ സീറ്റിൽ പ്രതിപക്ഷത്തെ ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് അവിടെ ഇരുന്നു. കുറച്ച് നേരം ഇരുന്നു, 1-1.5 മണിക്കൂർ അവിടെ ഇരുന്നു. അപ്പോൾ നടക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വളരെ കൃത്യമായി തിരഞ്ഞെടുത്ത ദിവസമാണ്. സഭയുടെ തുടക്ക ദിവസം ഏത് സമ്മേളനത്തിലും ആദ്യത്തെ ദിവസം ആ നിയമസഭയിലെ ആരൊക്കെയെങ്കിലും മരിച്ചുപോയെങ്കിൽ അവരുടെയൊക്കെ അനുസ്മരണം ഉണ്ടാവുക. ഇക്കുറിയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അനുസ്മരണങ്ങളുണ്ട്. സാക്ഷാൽ VS അച്യുതാനന്ദൻ്റെ അനുസ്മരണം ഉണ്ടായി. PP തങ്കച്ചൻ മുൻ സ്പീക്കറും മന്ത്രിയുമാണ്, അദ്ദേഹത്തിൻ്റെ അനുസ്മരണം ഉണ്ടായി. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ വാഴൂർ സോമൻ്റെ അനുസ്മരണം ഉണ്ടായി. അപ്പോൾ ആ അനുസ്മരണങ്ങൾക്ക് ഇത്ര സമയമെടുക്കും എന്നൊക്കെ കൃത്യമായിട്ട് ഷെഡ്യൂൾ അറിയാമല്ലോ. അപ്പോൾ ആ അനുസ്മരണം തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിനിടയിൽ വേറൊന്നും പാടില്ല. അത് സഭയുടെ എല്ലാ മര്യാദകൾക്കും വിരുദ്ധമാണ്. ഈ അനുസ്മരണങ്ങൾ സഭ ഉപചാരം അർപ്പിക്കുന്ന ചടങ്ങുകൾക്കിടയിൽ ഒരു ബഹളം പോലും, ഒരു മറുവാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. സഭയോടുള്ള അനാദരവാണ്. അത് ഇദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല നല്ല ഉപദേശകരുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് സഭയിൽ ആ പ്രസംഗം, ഇത്തരം അനുസ്മരണ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. അവസാനത്തെ ആൾ പ്രസംഗിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ്, അവസാനത്തെ 1-2 പേര് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് എണീറ്റ് പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാലായിരിക്കും സഭയിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാവുക. അതിനവസരം കൊടുത്തില്ല, മിണ്ടാതെ പോയി. എന്നിട്ട് പത്രക്കാർ ആരും ബഹളം വെച്ചില്ലെങ്കിലും MLA ഹോസ്റ്റലിൽ അവിടെ തടച്ചിലുണ്ടായി. DYFIക്കാർ SFIക്കാരൊക്കെ തടഞ്ഞപ്പോൾ കുറച്ച് നേരത്തെ ഒരു സംഘർഷം ഉണ്ടായി. അതുകൊണ്ട് എന്തായി, വാർത്തയിലും വന്നു. ഇവൻ വന്നു എന്നത് വാർത്തയുമായി. സത്യത്തിൽ അവൻ നിയമസഭയിൽ പൂച്ചക്കുട്ടിയെ പോലെ വന്ന് ആരോടും മിണ്ടാതെ പോയപ്പോൾ അവിടെ CPMമാർ സത്യത്തിൽ തടയേണ്ടത് എവിടെയാണ്? നിയമസഭയിലാണ്. അവിടെ തടയാത്തൊരു ദിവസം പിന്നെ പുറത്തു പോയിട്ട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. MLA ഹോസ്റ്റലിൽ തടയുന്നതിൽ എന്ത് വിശേഷമുണ്ട്? അപ്പോൾ അവിടെ ഒരു ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് വാർത്താ പ്രാധാന്യം കിട്ടുകയും ചെയ്തു. ഇനി ഇതിൽ ഒരു അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അടുത്ത ദിവസങ്ങളിലൊന്നും വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ബഹളം ഉണ്ടാകാവുന്ന സാഹചര്യത്തിലേക്ക് വരില്ല. ആ സംഘർഷം ഉണ്ടാക്കുന്നത് ഇവൻ മുഖേന ഒരു സംഘർഷം ഉണ്ടാക്കിയാൽ അതിൻ്റെ സർവ്വദോഷങ്ങളും അവൻ്റെ തന്നെ ഇമേജിനെ ബാധിക്കും, പാർട്ടിയെ ബാധിക്കും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസ് ഈ പ്രശ്നത്തിൽ കളിക്കുന്ന കള്ളക്കളിയാണ്. വി ഡി സതീശൻ്റെ കൂടെയാണോ? വി ഡി സതീശൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ, വി ഡി സതീശൻ സത്യത്തിൽ ഇവരോടൊക്കെ കൂടിയാലോചിച്ച്, കേന്ദ്ര നേതൃത്വത്തോട് കൂടിയാലോചിച്ച്, കേരളത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ഗ്രൂപ്പുകളോടൊക്കെ കൂടിയാലോചിച്ച് ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണല്ലോ ഇവൻ്റെ പേരിൽ. പ്രാഥമിക അംഗത്വത്തിന് സസ്പെൻഡ് ചെയ്യാൻ, നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കാൻ ഒക്കെ തീരുമാനിച്ചതല്ലേ. തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് കള്ളക്കളി തുടങ്ങണം. എന്ന് വെച്ചാൽ ഇതിൽ വി ഡി സതീശന് കിട്ടിയ ഒരു അപ്രമാദിത്വമുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്ന, ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നൊക്കെ ചോദ്യം വന്നാൽ ഒരുപാട് പേരിലേക്ക് കൈകൾ നീണ്ടിരുന്ന ഒരു കാലമുണ്ടല്ലോ. അത് പോയിട്ട് ഇപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തൊട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട്, ഇപ്പോൾ സുധാകരൻ KPCC പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായി വന്ന വി ഡി സതീശൻ സുധാകരൻ്റെ ആയിട്ടുള്ള കണക്ക് വളരെ മനോഹരമായിട്ട് സെറ്റിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടുണ്ടായി വന്ന പല ഇഷ്യൂസിലും, മാത്രമല്ല ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തലയുമായുള്ള ഇഷ്യൂവും വളരെ സമർത്ഥമായിട്ട് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം മുഖേന സെറ്റിൽ ചെയ്തു. മൂന്നാമത്തെ ഇഷ്യൂ, വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. എത്ര മനോഹരമായിട്ടാണ്, ഗംഭീരമായിട്ട് സെറ്റിൽ ചെയ്തു. ഘടകകക്ഷികളൊക്കെ വിശ്വാസത്തിലെടുത്ത് മുഴുവൻ നേതാക്കളെയും ഒറ്റ നിലപാടിലേക്ക് കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ
കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി VS ജോയിയെ ഇറക്കാൻ ഈ അൻവർ തീരുമാനിച്ചപ്പോൾ ആ കളിയെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതുകൊണ്ട് തന്നെ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. എന്നിട്ട് ഷൗക്കത്തിനെ എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച UDF സ്ഥാനാർത്ഥിക്ക് അൻവർ പിന്തുണ കൊടുക്കുമെങ്കിൽ ബാക്കി ആലോചിച്ചാൽ മതി. അങ്ങനെയാണ് അൻവറിൻ്റെ ഭാവിയും വെള്ളത്തിലായി. എന്ന് പറഞ്ഞാൽ അൻവർ എന്ന എലമെൻറ്റിനെ ഒരു ആൻറ്റി സോഷ്യൽ എലമെൻ്റാണ്, ആൻറ്റി പൊളിറ്റിക്കൽ എലമെൻ്റാണ്, ഒരു രാഷ്ട്രീയ ഘടകമല്ല. അപ്പോൾ അൻവർ എന്ന പ്രതിഭാസം കേരള രാഷ്ട്രീയത്തിലെ ലെഫ്റ്റോ റൈറ്റോ ആവട്ടെ ഒരു രാഷ്ട്രീയത്തിന് നമുക്ക് ഗുണകരമായ ഒരു എലമെൻ്റ് അല്ല. കള്ളപ്പണം കൊണ്ട് സീറ്റ് വില കൊടുത്ത് വാങ്ങുക, എന്നിട്ട് കൂടുതൽ ആളുകളെ പറ്റിച്ചും ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയും കള്ളക്കടത്ത് നടത്തിയും ഈ കള്ളക്കടത്തുകാരുടെ ജാതി പറഞ്ഞ് വർഗീയത വളർത്തിയും ഒക്കെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം. അതിന് പിണറായിസം എന്ന പേര് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറയുന്നത് പിണറായിക്ക് നല്ല വിമർശനം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അൻവർ അതിൻ്റെ പേരിൽ ആളാവുന്നതിൽ ഒരു കാര്യമില്ല. അത് അൻവർ അവസാനിപ്പിക്കേണ്ട ഒരു എലമെൻ്റാണ്. അൻവറിനെ ഫിനിഷ് ചെയ്തു VD സതീശൻ മനോഹരമായിട്ട്. അൻവർ എടുക്കാത്ത നാണയമായി തീർന്നു. അപ്പോൾ അതോടുകൂടി എന്താ സംഭവിക്കുന്നത്? കോൺഗ്രസ്സിൽ VD സതീശൻ എന്ന ഒരു അപ്രമാദിത്തമുള്ള ലീഡറായി മാറുകയാണ്. ഒരുപാട് നേതാക്കന്മാർ എന്നതിന് പകരം എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു ലീഡർ എന്ന ഇമേജ് വന്നു. ഈ സമയത്താണ് അതിൻ്റെ ഒടുവിലത്തെ ഇഷ്യൂ ആണ് മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ വിട്ടുവീഴ്ചയില്ലാതെ പരിഹരിച്ചു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മാങ്കൂട്ടത്തിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്ന് പറയാൻ ആർക്കാണ് ധാർമ്മികമായ അർഹതയുള്ളത്? ആർക്കും ഇല്ല കേരളത്തിൽ. ഇപ്പോൾ UDF നേതാക്കന്മാരോട് അങ്ങനെ പറയണമെങ്കിൽ LDF വേണ്ടേ? മുസ്ലിം ലീഗിലോ ആർക്കാ? UDF തന്നെ ഘടകകക്ഷികൾക്കുണ്ടോ? BJP ആ സമയത്താണെങ്കിൽ അവർക്ക് നേരെയും ഇത്തരം വിമർശനങ്ങൾ ഭീഷണി വന്നു. അപ്പോൾ ആർക്കും പറയാൻ പറ്റാത്ത സമയത്ത് ഇല്ലാത്തൊരു മാതൃക, ഒരു ധാർമ്മിക മാതൃക സൃഷ്ടിച്ചുകൊണ്ട് കോൺഗ്രസിന് ഒരടി മുന്നോട്ട് പോകാനും പറ്റി. അതിന് കാർമ്മികത്വം വഹിച്ചതും അതിന് നേതൃത്വം വഹിച്ചതും VD സതീശനാണ്. ആ VD സതീശനെ ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ അടുത്ത ഇലക്ഷൻ, ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കടുത്ത ഭരണവിരുദ്ധ തരംഗം ഉള്ളപ്പോൾ UDFന് മേൽക്കൈയുണ്ട്. UDFന് മേൽക്കൈ എന്ന ചോദ്യം കഴിഞ്ഞ കാലങ്ങളിൽ UDF വന്നാൽ ആര് മുഖ്യമന്ത്രി എന്ന ചോദ്യമൊക്കെ പതുക്കെ അപ്രസക്തമാവുകയും സതീശൻ ഒന്നാം സ്ഥാനത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് സതീശനെതിരെയുള്ള കളികൾ ആരംഭിക്കുന്നു എന്നതാണ് ഇന്നലത്തെ മാങ്കൂട്ടത്തിലിൻ്റെ സീന്. മാങ്കൂട്ടത്തിൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറിയും ഉണ്ട്, ഒരു ജില്ലാ സെക്രട്ടറിയും ഉണ്ട്. എന്നാലോചിച്ച് നോക്കൂ. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയാണ് വരുന്നത്. ഒരു സംസ്ഥാന സെക്രട്ടറി ക്രിസ്ത്യനാണ്, ഒരു ജില്ലാ സെക്രട്ടറി മുസ്ലിമാണ്. പറഞ്ഞാൽ ഈ ഒരു കളി ഉണ്ടല്ലോ, ആരൊക്കെ എവിടെയൊക്കെ കളിക്കുന്നു എന്ന് പറഞ്ഞാൽ KPCC എടുത്തു നോക്കൂ, KPCC ഭാരവാഹികൾ എടുത്തു നോക്കൂ, അതിലും ഈ ഒരു പ്രാതിനിധ്യം ഇവർ ഒപ്പിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയോ കൃത്യം സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ അവകാശമാണല്ലോ നിയമസഭയിൽ വരാൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. വന്നോ വന്നില്ലേ ഞങ്ങളുടെ പ്രശ്നമല്ല. K മുരളീധരൻ ഷാർപ്പായിട്ട് പറഞ്ഞു, അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതല്ല, കോൺഗ്രസിന് പുറത്താക്കിയ ഒരാളാണ്, അയാൾ വന്നോ പോയോ എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്യൂ അല്ല, ഞങ്ങൾ മറുപടി പറയേണ്ടതുമല്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കളിക്കുന്നൊരു കളി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ്സിന് ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ ചോദ്യം ചെയ്താൽ പോലും അതിനെ മാന്യമായി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പിലേക്ക് VD സതീശൻ പഴയ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡൊക്കെ മറികടന്ന് എത്തി നിൽക്കുന്ന സമയത്ത് സത്യത്തിൽ ഇന്നലത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വരവ് VD സതീശൻ്റെ ഒരു ഭാവി സാധ്യത, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള, ഇപ്പോൾ UDF വന്നാൽ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ളതിന് ടോർപിഡോ വെക്കാൻ കോൺഗ്രസ് വളരെ സമർത്ഥമായി നീക്കുന്ന കരുനീക്കങ്ങൾ. തീർച്ചയായിട്ടും രാഹുലിൻ്റെ വരവ് ഇന്നലെ രാഹുലല്ല, ആരൊക്കെയോ അതിൻ്റെ പിന്നിലുണ്ട്. സൂക്ഷ്മമായിട്ട് നമ്മളത് കാണേണ്ടതാണ്. അതുകൊണ്ട് VD സതീശനെതിരെ ഇന്നലെ വളരെ കറക്റ്റാണ്. VD സതീശനെതിരെ പിന്നാമ്പുറത്തിരുന്ന് കളിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒക്കെ പ്രതീകമായിട്ടാണ് ഇന്നലത്തെ രാഹുലിൻ്റെ വരവ്. ആ സീൻ ഒരു സൂചനയാണ്. കോൺഗ്രസ് നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. മൂന്നാമതൊരു ടേം കൂടി പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വന്നാൽ ഇവർ വിചാരിക്കും പോലെ തന്നെ സംഭവിച്ചോളണമെന്നില്ല. ഇവർ മൂന്നാമതൊരു ടേം കൂടി പിണറായി വന്നാൽ, ഇപ്പോൾ BJP പോലും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്, മൂന്നാമതൊരു ടേം കൂടി വരാൻ നല്ലത് പിണറായിയാണ്. അപ്പോൾ എന്നാൽ കോൺഗ്രസും ഇല്ലാതായി കിട്ടും, ഇടതുപക്ഷവും ഇല്ലാതായി കിട്ടുന്ന, പഴയ ഇടതുപക്ഷമല്ല പഴയ കോൺഗ്രസും അല്ല. അതുകൊണ്ട് പിണറായി വിജയന് വളരെ സമർത്ഥമായിട്ട് ഒരു കോർപ്പറേറ്റ് പിന്തുണയോടുകൂടി ഈ കേരളത്തെ, കേരളം മറ്റൊരു ബംഗാളാവും എന്ന് പറയാറുള്ളത്, പിന്നെ ബംഗാൾ എന്നേക്കുമായി CPMന് കൈവിട്ടു പോകുന്ന,
മറ്റൊരു ബംഗാളാവും എന്ന് പറഞ്ഞാൽ 23 കൊല്ലം ഒക്കെ തുടർച്ചയായിട്ട് ഭരിച്ചൊരു ബംഗാളുമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സാധ്യതയും ആശങ്ക ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നലത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കളി കോൺഗ്രസിനകത്ത് നടക്കുന്ന വലിയ ശീതസമരങ്ങളുടെ ഒരു സൂചനയാണ്. കോൺഗ്രസ് നന്നാവുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു ഘട്ടമാണിപ്പോൾ. വി.ഡി. സതീശനോ ആര് ലീഡറാകുന്നു എന്നുള്ളതല്ല ചോദ്യം, മറിച്ച് കോൺഗ്രസ്സിന് അധികാരത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ടോ ഇല്ലയോ, വരാൻ അവർക്ക് താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ എല്ലാം കൊണ്ടും അനുകൂലമായി വന്ന നല്ല കീഴ്വഴക്കങ്ങൾ സൃഷ്ടിച്ച മാതൃക സൃഷ്ടിച്ച ഒരു കോൺഗ്രസ് രാഷ്ട്രീയം, ആ കോൺഗ്രസ് രാഷ്ട്രീയത്തെ വീണ്ടും കലുഷമാക്കാൻ, വീണ്ടും തമ്മിൽ തല്ലാൻ, വീണ്ടും വിഭാഗീയതയിലേക്കും ഗ്രൂപ്പ് വഴക്കുകളിലേക്കും പോവാൻ പിന്നാമ്പുറത്തിരുന്നുകൊണ്ട് ചാരക്കേസ് ഉൾപ്പെടെയുള്ള പിന്നാമ്പുറ കളികൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു വൃത്തികെട്ട കളിയായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ. എന്തായാലും നടപടിയെടുത്തു. ഇനി നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. നിരപരാധിയാണെന്ന് പറഞ്ഞു വരുമ്പോൾ നല്ല നടപ്പിനൊക്കെ കാലം കൊടുത്തിട്ട് അയാൾ ചെറുപ്പക്കാരനല്ലേ, തിരിച്ചു വന്നുകൊള്ളട്ടെ എന്നല്ലേ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ എടുത്ത നടപടിയുടെ പിന്നാലെ കോൺഗ്രസ് പാർട്ടി സമ്പൂർണ്ണമായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ? ഈ ഘട്ടത്തിൽ നിന്നാൽ ഈ ഇത്രയും നിർണായകമായൊരു ഘട്ടത്തിൽ അങ്ങേയറ്റം അപമാനിതനായി പുറത്തു നിൽക്കുന്ന ഒരാളുടെ കൂടെ നിൽക്കാൻ, അയാൾക്ക് വേണ്ടി കളിക്കാൻ കോൺഗ്രസിനകത്ത ആളുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം കോൺഗ്രസ് ഏതറ്റം വരെയും ഗ്രൂപ്പിസം കളിക്കുമെന്നാണ്. ഒരിക്കലും ഒരുമിച്ച് പോകാൻ സാധ്യതയില്ല എന്നാണ്. അതാണ് വെളിവാകുന്നതെങ്കിൽ കോൺഗ്രസ്സിന് രക്ഷയില്ല. പടച്ചോൻ വിചാരിച്ചാലും കോൺഗ്രസ്സിനെ രക്ഷിക്കാനാവില്ല എന്ന സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇന്നലത്തെ നീക്കത്തിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇപ്പോൾ പറയാൻ തോന്നുന്നത്. കാത്തിരുന്ന് കാണാം ഈ ആഴ്ച ഇനി എന്ത് സംഭവിക്കുമെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.